പ്രപഞ്ചത്തിൽ ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള നിയമങ്ങളിലൊന്നായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 109 വർഷങ്ങളായിട്ട് പല മേഖലകളിൽ വളരെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതും അതിലൂടെ വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് തരികയും ചെയ്യുന്ന ഒരു തിയറിയായിട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി മാറിയതോടുകൂടി തന്നെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായി അദ്ദേഹം മാറുകയും ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് പ്രവചിച്ച പല കാര്യങ്ങളും 100 വർഷങ്ങൾക്കിപ്പുറം തെളിയിക്കപ്പെട്ട ചരിത്രം വരെയുണ്ട്. ഉദാഹരണത്തിന് ഗ്രാവിറ്റേഷണൽ വേവുകൾ തുടങ്ങിയവ. ഭൂമിയിൽ 1915 ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യയുടെയും തോട്ട് എക്സ്പെരിമെൻറ്റുകളുടെയും സഹായത്തോടു കൂടി വികസിപ്പിച്ചെടുത്ത ഐൻസ്റ്റീൻ്റെ മാത്തമാറ്റിക്കൽ സമവാക്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ പലതരത്തിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ന്യൂട്ടൺ കൊണ്ടുവന്ന തിയറിക്ക് ബദലായിട്ട് ന്യൂട്ടൺ പറഞ്ഞ കാര്യങ്ങൾ പല സാഹചര്യങ്ങളിലും ശരിയാകുമെങ്കിലും കൂടുതൽ വലിയ കോസ്മിക് സ്കെയിലിലേക്ക് പോകുമ്പോൾ ശരിയാകുന്നില്ല എന്നും അതിന് പകരം കൃത്യമായിട്ടുള്ള രീതിയിൽ പുതിയ നിയമങ്ങൾ വേണമെന്നുമാണ് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് സ്പേസ് ടൈം കർവേച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതും അബ്സല്യൂട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ല, എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്നും പ്രകാശത്തിൻ്റെ വേഗത യൂണിവേഴ്സിലെ ഏറ്റവും വേഗത കൂടിയ ഒന്നാണെന്നും ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ പിന്നീട് തുടരെ തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഐൻസ്റ്റീൻ പറഞ്ഞ സമയത്ത് വിശ്വസിക്കാത്ത പലരും പിന്നീട് പല എക്സ്പീരിയൻറ്റുകളിലൂടെ അത് ശരിയാണെന്ന് തെളിയിച്ചു. ഐൻസ്റ്റീൻ പറഞ്ഞ സമയത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഉദാഹരണത്തിന് ഈതർ, അബ്സല്യൂട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്, അങ്ങനെ പല കാര്യങ്ങളും തെറ്റാണെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്ത സമവാക്യങ്ങളും അഭിപ്രായങ്ങളുമാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഏകദേശം 5-6ഓളം യൂണിവേഴ്സിറ്റികളിലായിട്ട് ഈ അടുത്ത കാലത്ത് നടന്ന പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാനഡയിലെ വാട്ടർലൂ യൂണിവേഴ്സിറ്റിയിലായാലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലെ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായാലും ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന 2023 നവംബർ മാസത്തിൽ സബ്മിറ്റ് ചെയ്ത് 2024 ചർച്ച ചെയ്യപ്പെട്ട ഒരു റിസർച്ച് റിപ്പോർട്ടുണ്ട്. ഈ റിസർച്ച് റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൗതിക ശാസ്ത്ര ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കോസ്മിക് ഗ്ലിച്ച് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഐൻസ്റ്റീൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനവും ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ബിഗ് ബാങ്ങിനെ കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ കോടിക്കണക്കിന് പ്രകാശവർഷം അകലേക്ക് നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ്റെ സമവാക്യങ്ങളുമായിട്ട് ഒത്തുപോകാത്ത ചില പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നുള്ള പുതിയ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഐൻസ്റ്റീനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങളും അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ഡയലേഷനും മറ്റും സംഭവിച്ച് പ്രായം കുറഞ്ഞ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്നവർക്ക് മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് അധികകാലം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതിൻ്റെ സാധ്യതകളൊക്കെ തന്നെ നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകാശത്തിൻ്റെ വേഗതയുടെ അടുത്ത വേഗത്തിൽ സഞ്ചരിക്കുകയോ ഗുരുത്വാകർഷണം കൂടിയ മണ്ഡലങ്ങളിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുഭവപ്പെടുന്നത് വ്യത്യസ്തതയുണ്ട് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഫീൽഡ് ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റേഷണൽ സമവാക്യങ്ങൾ എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ വെച്ച് നോക്കുന്ന സമയത്താണ് നമ്മൾ പ്രകാശത്തിൻ്റെ വേഗത വളരെ ദൂരത്തേക്ക് പോകുന്ന സമയത്ത് പോലും ഒരേ കൃത്യമായിട്ടുള്ള അളവിൽ കാണുന്നതാണെന്നും നമ്മൾ എത്രത്തോളം ദൂരേക്ക് നോക്കുന്നോ അത്രത്തോളം നമ്മൾ പാസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നതാണ് അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് നോക്കുന്നതാണ് എന്നൊക്കെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ GPS-ൻ്റെ പ്രവർത്തനമായാലും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അനുഭവപ്പെടുന്ന സമയത്തിൻ്റെ വേരിയേഷൻ ആയാലും ലിഗോ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ കാണപ്പെടുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങളായാലും ഒക്കെ തന്നെ ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ ഐൻസ്റ്റീൻ്റെ തിയറികളെ അപ്പടി സമ്മതിക്കുന്ന ഒന്നാണ്. ഗുരുത്വാകർഷണം ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഒരു ബലമല്ല എന്നും അത് സ്പേസ് ടൈം കർവേച്ചറിൽ ഉണ്ടാക്കുന്ന വക്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുഴിയാണ് എല്ലാ വസ്തുക്കളെയും മാസിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നത് എന്നൊക്കെ തന്നെ ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ പഠനങ്ങളുടെ പുതിയ രേഖകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ആഫ്റ്റർ ഗ്ലോയിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതായത് പ്രപഞ്ചമുണ്ടായ ആദ്യകാലങ്ങളിൽ പ്രപഞ്ചം ഒപ്പേക്കായിരുന്നു എന്നും ബിഗ് ബാങ്ങിന് ശേഷമുള്ള നിമിഷങ്ങളിൽ പ്രപഞ്ചമുണ്ടായ ആ ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു സഡൻ എക്സ്പാൻഷൻ എന്ന് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സഡൻ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ സമയത്ത് പ്രകാശം പുറത്തു വരാൻ പോലും കഴിയാത്ത വണ്ണം കൺജസ്റ്റഡ് ആയിരുന്ന യൂണിവേഴ്സിൽ ആദ്യമായിട്ട് പുറത്തു വന്ന പ്രകാശകിരണങ്ങളായിരുന്നു കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. പ്രപഞ്ചത്തിൻ്റെ ബിഗ് ബാങ് എന്ന് പറയുന്ന ആരംഭത്തിന് ശേഷമുള്ള 1382 കോടിയിലധികം വർഷത്തോളം പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് പ്രപഞ്ചമുണ്ടായ സമയത്തെ പ്രകാശമായിട്ട് അത് യൂണിവേഴ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ളൊരു പച്ച അടങ്ങിയ നീല അടങ്ങിയ ചുവപ്പടങ്ങിയ ചിത്രത്തിലൂടെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ നമ്മുടെ ഭൂമിയിൽ നിന്നും ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിൽ എത്രത്തോളം കാണപ്പെടുന്നു എന്ന് നമ്മൾ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്.
ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ അടിസ്ഥാനമാക്കി പഠിച്ച ഗവേഷകർക്കാണ് അതിൻ്റെ താരതമ്യ പഠനത്തിൽ നിന്നും ഒരു ഹൊറൈസൺ പ്രോബ്ലം മനസ്സിലാകുന്നത്. അതായത് ഭൂമിയിൽ നിന്നും പ്രകാശവർഷം അകലെയുള്ള സ്ഥലങ്ങളിൽ, ഒരുപാട് പ്രകാശവർഷം അകലെയുള്ള സ്ഥലങ്ങളിലുള്ള താപനിലയും അവിടെ കാണപ്പെടുന്ന യൂണിവേഴ്സിൻ്റെ ഡെൻസിറ്റിയും അവിടുത്തെ യൂണിവേഴ്സിൻ്റെ വികാസ നിരക്കും എക്സ്പാൻഷൻ റേറ്റും എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നോക്കുന്നതിനേക്കാൾ 1% ഡിഫറൻസ് പ്രകാശവർഷം അകലെയുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ എങ്ങനെയാണോ ഭൗതികശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ കാണപ്പെടുന്നത് അങ്ങനെ തന്നെയായിരിക്കും കിലോമീറ്റർ കണക്കിന് അകലെ, കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള സ്ഥലങ്ങളിലെ ഗുരുത്വാകർഷണ ബലവും അവിടുത്തെ പ്രപഞ്ചത്തിൻ്റെ വികാസവും എടുത്താൽ എന്ന് പറഞ്ഞു വെച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ പല സ്ഥലത്തുമുള്ള താപവ്യതിയാനങ്ങളും വികാസ നിരക്കിനുള്ള കമ്പാരിറ്റീവ് സ്റ്റഡീസ് നോക്കുന്ന സമയം, അതായത് ഇപ്പോൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ ആക്ച്വലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. അതിൻ്റെ കുറേ ചിത്രീകരണം നമുക്കറിയാം. അതേസമയം ഐൻസ്റ്റീൻ്റെ ഇക്വേഷനുകൾ വെച്ചുകൊണ്ട് നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിലെ ആ റേഡിയേഷൻ കാണപ്പെടുന്ന സ്ഥലങ്ങളെ മാത്തമാറ്റിക്കലിയും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു മെത്തഡോളജി അനുസരിച്ച് നമ്മുടെ കയ്യിൽ ഒരു ആക്ച്വൽ ഡേറ്റയും ഉണ്ട്, നമ്മുടെ കയ്യിൽ മാത്തമാറ്റിക്കലി ഐൻസ്റ്റീൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചെടുത്ത ഡാറ്റയും ഉണ്ട്. ഇതെല്ലാം ഐൻസ്റ്റീൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം നിൽക്കുകയല്ല. ഐൻസ്റ്റീൻ കണ്ടെത്തിയ ഇക്വേഷനുകൾ പിന്നീട് ഒരുപാട് പേര് വികസിപ്പിച്ച് പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി ഒരുപാട് പേരുടെ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ മാത്തമാറ്റിക്കലി നമ്മൾ ഉണ്ടാക്കിയ ഒരു മോഡലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലി പറയുന്ന മോഡലിൽ അനുസരിച്ചായിരിക്കും യഥാർത്ഥ പ്രപഞ്ചവും വർക്ക് ചെയ്യുക. എന്നാൽ യഥാർത്ഥ പ്രപഞ്ചത്തിൻ്റെ CMBR കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പഠിക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു രേഖ പരസ്പരം പഠിക്കുമ്പോഴും അവിടെ 1% വ്യത്യാസം കാണാം. അതായത് യഥാർത്ഥത്തിൽ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത എക്സാക്റ്റ് ഗ്രാവിറ്റേഷണൽ മോഡലിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ ചില വ്യതിയാനങ്ങൾ കാണാം, വ്യത്യാസങ്ങൾ കാണാം, ചില ഗ്ലിച്ചുകൾ കാണാം. ഇങ്ങനെയാണ് ഗവേഷകർ ഒരുപാട് വർഷത്തെ നീണ്ട പര്യവേഷണം, ഏകദേശം 30ഓളം വർഷമായിട്ട് ഈ മേഖലയിൽ പഠനം നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ച് വെച്ചതിനപ്പുറം എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ, 1% വ്യത്യാസങ്ങൾ ഗ്രാവിറ്റി ഒരുപാട് ദൂരങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്നോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല. യൂണിവേഴ്സിൻ്റെ പ്രവർത്തനത്തിൽ ഐൻസ്റ്റീൻ്റെ തിയറിക്ക് വളരെ വലിയ സംഭാവനകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐൻസ്റ്റീൻ ആയാലും ന്യൂട്ടൻ ആയാലും ഒക്കെ തന്നെ അവരുടെ കാലഘട്ടത്തിൽ കണ്ടെത്തിയത് അവരുടെ പരിമിതമായ ചുറ്റുപാടുകളും അണ്ടർസ്റ്റാൻഡിങ്ങും കൊണ്ടാണ്. ന്യൂട്ടന് ഭൂമിയിലിരുന്ന് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഐൻസ്റ്റീൻ ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. കോസ്മിക് എവല്യൂഷനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തിയറികൾ ഐൻസ്റ്റീന് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഭൂമിക്കപ്പുറം ശൂന്യതയുള്ള സ്ഥലങ്ങളുണ്ടെന്നും മറ്റ് വസ്തുക്കൾ ഭൂമിയെ അപേക്ഷിച്ച് ചലിക്കുന്നുണ്ട് എന്നൊക്കെ ഐൻസ്റ്റീന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേസമയം ഐൻസ്റ്റീൻ തൻ്റെ തിയറികളിൽ തന്നെ വന്ന പല കാര്യങ്ങളെയും ഡിനേ ചെയ്തിട്ടുണ്ട്. അതായത് ഐൻസ്റ്റീൻ്റെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചുള്ള ഇക്വേഷനുകളിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ഇങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്ന സ്റ്റാറ്റിക് അല്ല എന്നും അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഐൻസ്റ്റീൻ തന്നെ മാത്തമാറ്റിക്കലി കണ്ടെത്തുകയും എന്നാൽ അദ്ദേഹം തന്നെ അതിനെ നിരസിക്കാൻ വേണ്ടി അഭിപ്രായപ്പെടുകയും ചെയ്തു. ദൈവം പകട കളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിൽ തന്നെ പ്രപഞ്ചം വികസിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് പോലെയുള്ള മാത്തമാറ്റിക്കൽ രൂപങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ അല്ല. അവസാന കാലത്ത് ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് പ്രപഞ്ചം വികസിക്കുന്നില്ല എന്ന് തെളിയിക്കാനായിരുന്നു. പിന്നെ എഡ്വിൻ ഹബിളൊക്കെയാണ് നേരിട്ട് കാണിച്ചു കൊടുത്തത് പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വിശ്വാസവും ബയസും ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിലുള്ളത്, അത് പ്യുവർ മാത്തമാറ്റിക്സ് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം പ്രവർത്തിക്കുന്നുവെന്ന് വിശദീകരിക്കാനും കഴിഞ്ഞു. പക്ഷേ സംഭവങ്ങളുടെ മാറ്റം ഉണ്ടാകുന്നത് അതിനുശേഷം 100-109 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ കൂടി, ടെലസ്കോപ്പുകൾ കൂടി, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കൂടി, കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി കൂടി, സിമുലേഷനുകൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിധികൾക്കപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതായത് പ്രകാശവർഷങ്ങൾ അകലേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങി, അവിടുത്തെ വ്യതിയാനങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ യഥാർത്ഥ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ നിന്ന് വ്യത്യാസം കാണുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള കണ്ടീഷനുകളിൽ നിന്ന് കൂടുതൽ വലിയ കണ്ടീഷനുകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ യൂണിവേഴ്സിൽ സാധ്യതയുണ്ടാകാം എന്ന് ഗവേഷകർ മനസ്സിലാക്കി. അതായത് കുറച്ചുകൂടെ ചിലപ്പോൾ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ചിലപ്പോൾ ഇംപ്രവൈസ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ഈ ഗ്ലിച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ഇഷ്യൂയോ ആയിരിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പ്രശ്നം നമ്മൾ CMBR വെച്ചാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പോസിബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഗവേഷകർ പിന്നീട് പറയുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഈ ഒരു അക്കാഡമിക് പേപ്പർ പുറത്തിറക്കിയതിൽ ഒരാളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് പലതരത്തിലുള്ള റീതിങ്കിങ് ആവശ്യമുള്ളൊരു മേഖലയായി ഇത് മാറാമെന്നാണ്. ഉദാഹരണത്തിന് അബ്സല്യൂട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഇല്ല. നിങ്ങൾ ഭൂമിയിലിരുന്നാലും ചന്ദ്രനിലിരുന്നാലും ഒക്കെ തന്നെ അവിടെയുള്ള നിയമങ്ങളെല്ലാം ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന് തുല്യമായിരിക്കും.
അതായത് പ്രകാശത്തിൻ്റെ വേഗതയുടെ കൂടെ എത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. കാര്യം പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടിയ വേഗതയാണെന്നും അതിനോടൊപ്പം സഞ്ചരിക്കാനും കഴിയില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിൽ ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമില്ല, എല്ലാ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചത്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ വലിയ സ്കെയിലിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ മറ്റെവിടെയെങ്കിലും ഒരു പ്രിഫേർഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നതായിട്ട് ഈ ഗവേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്, ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്, ഇതൊരു തിയറി അല്ല. ഞാൻ എടുത്തു പറയുകയാണ്, ഇത് ഇനിയിപ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്നും അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഡിസ്കാർഡ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മളൊരിക്കലും വിശ്വസിക്കരുത്. അതിന് പകരം ഇതിനെ നമ്മൾ വളരെ വിമർശന ബുദ്ധിയോട് കൂടി നോക്കുക. ചിലപ്പോൾ ഒരു പ്രിഫേർഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് പ്രകാശ വേഗത ഉൾപ്പെടെയുള്ള പല തിയറികളിലും കൂടുതൽ തിരുത്തലുകൾ വരേണ്ടതായിട്ടുണ്ട്. തിരുത്തലല്ല, കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരേണ്ടതായിട്ടുണ്ടാകാം. 2, ഈത് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഐൻസ്റ്റീന് മുമ്പ് വരെ ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു. ഐൻസ്റ്റീന് മുമ്പെന്ന് പറഞ്ഞാൽ 1900 മുമ്പ് വരെ. എന്നാൽ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിലാണ് അത് ഡിസ്കാർഡ് ചെയ്തത്. ഈതർ ഉണ്ടെന്ന് തെളിയിക്കാൻ കണ്ടെത്തിയ പരീക്ഷണത്തിൽ ഈതർ ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടു. എന്നാൽ ഈതർ ഇല്ലെങ്കിലും യൂണിവേഴ്സിൻ്റെ വലിയ സ്കെയിലിൽ നമ്മുടെ ഭൂമിയെയും മിൽക്കി വേയെയും അതിനേക്കാൾ വലിയ ലെനേക്കർ സൂപ്പർ ക്ലസ്റ്ററിൻ്റെയൊക്കെ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ വലിയ തലങ്ങളിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിൽ പ്രിഫറബിൾ ആയിട്ടുള്ളൊരു മീഡിയം, പ്രകാശം സഞ്ചരിക്കുമ്പോൾ വ്യതിയാനമുണ്ടാകുന്ന, ഗുരുത്വാകർഷണത്തിന് വ്യതിയാനമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മീഡിയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല, എന്നാൽ അതിന് തത്തുല്യമായ രീതിയിൽ പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനം പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ, അത് ഗ്രാവിറ്റിയെയും പ്രകാശത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ തുടങ്ങിയവയുടെ സാന്നിധ്യം പ്രപഞ്ചത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയതുകൊണ്ട് അത് ചിലപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇവരുടെ വലിയ തോതിലുള്ള സാന്നിധ്യത്തിലേക്കായിരിക്കാം. എന്നാലും ഈ ഈതറുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ, ഈതറല്ല പക്ഷേ ഈതറുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റീകൺസിഡറേഷൻ നമ്മുടെ ചിന്തകളിലൊക്കെ തന്നെ വരുത്തുക എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ആ ഇൻ്റർവ്യൂവിൽ ആ ഒരു ഗവേഷകൻ വളരെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഗ്രാവിറ്റോണുകൾ എന്ന് പറയുന്ന ഒരു പോയിന്റ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു വളരെ ശക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു കോസ്മിക് ഗ്ലിച്ചിൽ നിന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രധാനമായിട്ടും കോസ്മിക് ലെവലിൽ ഗ്രാവിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും ചെറിയ ലെവലിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നില്ല എന്നുള്ളതായിരുന്നു ഗ്രാവിറ്റിയെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയാത്തത്. എല്ലാ ഫോഴ്സുകളും ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഫോഴ്സ് പാർട്ടിക്കിളുകളായിട്ടുള്ളപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് കാരണമാകുന്ന ഗ്രാവിറ്റോണുകളെ നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളുടെയും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുടെയൊക്കെ തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ഗ്രാവിറ്റോൺസിനെ മെൻഷൻ ചെയ്യുമെങ്കിലും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ചെറിയ തലത്തിൽ ഗ്രാവിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. വലിയ തലത്തിൽ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നതേ അറിയാവൂ. പക്ഷേ വളരെ വലിയ തലത്തിലേക്ക്, ഒരുപാട് പ്രകാശവർഷം അകലെയുള്ള വലിയ കോസ്മിക് തലത്തിലേക്ക് പോകുന്ന സമയത്ത് ഗ്രാവിറ്റിക്ക് വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഗ്രാവിറ്റോണുകളുടെ സാധ്യതയെക്കുറിച്ചും ഗവേഷകനായ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന മേഖല ശക്തിപ്പെടുത്തുകയും റിലേറ്റിവിറ്റിയെയും ക്വാണ്ടം മെക്കാനിക്സിനെയും ബന്ധിപ്പിച്ചുകൊണ്ടൊരു യൂണിവേഴ്സലായിട്ടുള്ള ഗ്രാൻഡ് തിയറി ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടെത്തലായി ചിലപ്പോൾ ഇത് മാറാം. ഐൻസ്റ്റീൻ്റെ തിയറികൾക്ക് അപ്പുറത്തേക്ക് വലിയ തലത്തിൽ പോകുമ്പോഴും ചെറിയ തലത്തിലേക്ക് തിരികെ വരുമ്പോഴും ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്ന രീതി മാറുമ്പോൾ അത് ഗ്രാവിറ്റോൺസിലേക്ക് വിരൽ ചൂണ്ടി ഉണ്ടാകുന്ന ഗ്ലിച്ചാണോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കാട്ടിയും കൂടുതൽ രീതിയിൽ വേണമെങ്കിൽ ഇത് വലിച്ചു നീട്ടി പറയാം, റിലേറ്റിവിറ്റി തിയറി പറയാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ അതെല്ലാം നമ്മൾ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ ഒരു ഉള്ളടക്കം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം. അതിൽ ഞാൻ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. ആ റിസർച്ച് പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഇൻ്റർവ്യൂവിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നമ്മൾ സാധാരണ രീതിയിൽ വായിച്ചാൽ മനസ്സിലാവുന്ന ഒന്നല്ല. നല്ല രീതിയിലുള്ള ഗവേഷണം അതിൻ്റെ ഉള്ളിൽ നടത്തേണ്ടതുണ്ട്. എനിക്ക് തന്നെ ഏകദേശം 2-3 ദിവസം എടുത്തു ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ പറഞ്ഞു തരാൻ കഴിയുന്ന രീതിയിൽ രൂപപ്പെടുത്താൻ. അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് മനസ്സിലാകുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്നല്ല ഇത് പറയുന്നത്. നമ്മുടെ നിയമങ്ങൾക്കകത്ത് കൂടുതൽ സുതാര്യതയും കൂടുതൽ ശക്തമായ കാര്യങ്ങളും ഉൾപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത്.